ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നോട്ട് ജി പി ടിയുടെ സെക്കൻഡ് പാർട്ട് ചില ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് യൂട്യൂബിലെ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്തേണ്ടത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക, നോട്ട് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യുക. നോട്ട് ജി പി ടി എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യും. ഇതാണ് നോട്ട് ജി പി ടി എന്ന് പറയുന്നത്. കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്, പക്ഷേ ഇന്ന് വളരെ അത്യാവശ്യമുള്ള ചില ഫീച്ചേഴ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ടാബ് നോക്കിയാൽ മനസ്സിലാവും. യൂട്യൂബ് വീഡിയോ സമ്മറൈസർ, പ്രസൻറ്റേഷൻസ്, PDF, സ്റ്റഡി, റൈറ്റർ, അതിൽ തന്നെ ഹ്യൂമനൈസർ, ടൂൾസ്. ഓരോ ടൂളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഉപയോഗിച്ച് നോക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 2-3 ഫീച്ചേഴ്സിലേക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് കടക്കുകയാണ്. ട്രൈ ഫ്രീ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്യാനുള്ള എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൽ ID വെച്ച് തന്നെ ലോഗിൻ ചെയ്താൽ മതി. അതിന് മുമ്പ് ഞാൻ ഇന്ന് പുതിയൊരു മെയിൽ ID, ഡോക്ടർ അമാൻ കൊലത്തിക്കൽ എന്ന് പറയുന്ന പുതിയൊരു മെയിൽ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഭാഗത്തുള്ള സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ പ്ലാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്ലി കോട്ട എന്ന് പറയുന്നത് മാക്സിമം 15 കോട്ട എന്ന് പറഞ്ഞാൽ 15 യൂട്യൂബ് വീഡിയോസ് സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസേ ഉള്ളൂ. അതിൽ ഞാൻ 12 യൂസ് ചെയ്തു. ഇനി എനിക്ക് 3 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ആളുകൾക്ക്, സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവരുടെ പെയ്ഡ് വേർഷനിലേക്ക് മാറാൻ പറ്റും. പെയ്ഡ് വേർഷൻ ആകുന്ന സമയത്ത് അൺലിമിറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബേസിക് പ്ലാൻ തന്നെ വെറും $2 മന്ത്ലി ഉള്ളൂ, $25 വർഷത്തിലുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് നോട്ട് ജി പി ടി ഉപയോഗിക്കുന്ന ആളുകൾ പെയ്ഡിലേക്ക് മാറുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് നമ്മുടെ മെയിൽ IDയിൽ 15 കോട്ട മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഇതിലുള്ള ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൽ യൂട്യൂബ് സമ്മറൈസർ ഫസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇനി ചാറ്റ് നമുക്കറിയാം. ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഇവരിതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഡീപ് സീക്ക് ആണ്. നമുക്കറിയാം ഡീപ് സീക്ക് എന്നുള്ളത് ചൈനയുടെ ഒരു ടൂളാണ്. ചാറ്റ് ജി പി ടിയുമായിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ടീമാണ് ഡീപ് സീക്ക് എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡീപ് സീക്കുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഇങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു സജഷൻസ്, ഏറ്റവും നല്ലത് ഡീപ് സീക്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചില ഫീച്ചേഴ്സൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഡീപ് സീക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഇറക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. രണ്ടാമതായിട്ട് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ PDF എന്ന് പറയുന്നത് നമുക്ക് ഒരു PDF സമ്മറി ചെയ്തിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ആ PDFനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ റീസെൻ്റ്ലി ഒരു PDF അപ്ലോഡ് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യ PDF എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൊരു അറബിക്കിലുള്ള ഒരു PDF ആണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ അത് കൊടുക്കാം, ഏത് ലാംഗ്വേജിലുള്ളതാണെങ്കിലും കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ അതിനെന്തുണ്ട്, എറേഴ്സ് വരാറുണ്ട്. കാരണം ഫ്രീ പ്ലാൻ ആകുന്ന സമയത്ത് ഇപ്പോൾ അത് ഓക്കെയാണ്. കൃത്യമായിട്ട് അതിൻ്റെ 9 സ്ലൈഡുള്ള എൻ്റെ ഒരു PDF ഇവിടെ അപ്ലോഡായി. അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ സമ്മറി നോട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ കീ നോട്ട്സും ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ മെയിൻ തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ബുള്ളറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, PDF സമ്മറൈസ് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
ഇനി അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് AI ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. AI ചാറ്റ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ PDF-ഉമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് 5 കീ ഫൈൻഡിങ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 5 കീ ഫൈൻഡിങ്സുകൾ എന്ത് ചെയ്യും, നമുക്ക് തരുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആസ്ക് മീ എനിത്തിങ് അബൌട്ട് ദിസ് കോണ്ടന്റ്, ഞാൻ അപ്ലോഡ് ചെയ്ത PDF-ഉമായി ബന്ധപ്പെട്ട എന്ത് കോണ്ടന്റ് പാർട്ടും എന്ത് ചോദ്യങ്ങളും വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും. കുറച്ചൊരു സമയം എടുക്കുന്നുള്ളൂ, എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് കിട്ടും. കിട്ടുന്ന റിസൾട്ട് എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്നുള്ളത് നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നന്നാവും. കാരണം നോട്ട് GPT-യേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചാറ്റ് PDF എന്ന് പറയുന്ന ഒരു AI ടൂളുണ്ട്. അത് PDF-നോട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുന്ന നല്ലൊരു AI ടൂളാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാനത് ഡിസ്കസ് ചെയ്യാം. എന്നിരുന്നാലും ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കീ 5 ഫൈൻഡിങ്സ് ആണ് ഞാൻ ചോദിച്ചത്. അത് 5 കീ പോയിന്റ്സുകൾ എന്ത് ചെയ്തു, എനിക്കിവിടെ ലഭിച്ചു. വേറെയും കുറേ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതല്ല നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ് നോട്ട് GPT-യിൽ PDF അപ്ലോഡ് ചെയ്യുകയും അതിന് സമ്മറി ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി അത് ഇവിടുന്ന് ഡൗൺലോഡ് മീൻസ് ഒറിജിനൽ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ മുലഖസ് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ സമ്മറി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഏറ്റവും താഴെ ഭാഗത്ത് ഇവിടെ കോപ്പി ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഇവിടുന്ന് ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വേർഡ് ഓപ്പൺ ചെയ്തു, ആ വേർഡിൽ പേസ്റ്റ് ചെയ്തു. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നോട്ട്സ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന് നോട്ട്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് AI പ്രസൻറ്റേഷനാണ്. ഈ AI പ്രസൻറ്റേഷൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ 3 പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. 3ൻ്റെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ്, ജസ്റ്റ് ഒരു പുതിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ AI പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഞാൻ ഇവിടെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ഒരു PPT തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അതല്ല, നമുക്ക് ഏതെങ്കിലും ഫയൽ, വേർഡ് ഫയലാണെങ്കിലും PDF ഫയലാണെങ്കിലും അത് അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിലും PPT പ്രസൻറ്റേഷൻ അവരുണ്ടാക്കി തരും. ഏതെങ്കിലും വെബ്സൈറ്റിൽ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്താൽ അങ്ങനെയും നമുക്ക് PPT ഉണ്ടാക്കി തരും. യൂട്യൂബിലുള്ള ഏതെങ്കിലും വീഡിയോസിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്താലും അത് ബേസ് ചെയ്തിട്ടും അവർ പ്രസൻറ്റേഷൻസ് നമുക്ക് ഉണ്ടാക്കി തരും. ഇവിടെ ഞാൻ ടെക്സ്റ്റിൻ്റെ സമയത്ത് ടെക്സ്റ്റാണ് സെലക്ട് ചെയ്തത്. എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടാണ് ഒരു PPT ആവശ്യമുള്ളത്. PPT എനിക്ക് ഇംഗ്ലീഷിലാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഔട്ട്പുട്ട് ഇംഗ്ലീഷിലാണ്. അറബിക്കിൽ വേണമെങ്കിൽ അറബിക്കിലും കൊടുക്കാം. രണ്ടാമത്തേത് പ്രൊഫഷണൽ ആവണോ അക്കാഡമിക് ആവണോ ഇൻസ്പിറേഷണൽ ആവണോ. ഞാൻ അക്കാഡമിക് സെലക്ട് ചെയ്തു. അതിൻ്റെ ഒരു മെറ്റീരിയൽ റിച്ച്നെസ് എത്രത്തോളം അതിന് ഡാറ്റ ഉണ്ടായിരിക്കണം, ഞാനൊരു മീഡിയം സെലക്ട് ചെയ്തു. അതിൻ്റെ മോഡൽ ബേസിക് മോഡൽ വേണോ, ഓപ്പൺ AI വേണോ, ഡീപ് സീക്ക് വേണോ. നേരത്തെ പറഞ്ഞ പോലെ ബേസിക് മോഡൽ ഉണ്ട്, ഓപ്പൺ AI ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ബേസിക് മോഡൽ സെലക്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് കുറച്ച് സമയം എടുക്കും അതൊന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് വന്നു. ഓക്കെ, ഏകദേശം സ്ലൈഡ്സുകളും അതിലെ കോണ്ടന്റ് പാർട്ടും കൃത്യമായിട്ട് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, കാരണം AI തരുന്ന ഡാറ്റ എത്രത്തോളം കറക്റ്റാണ് അല്ലേ എന്നുള്ളത് നമ്മളാണത് മോഡിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ എൻ്റെ ടോപ്പിക് അടിച്ചു, നെക്സ്റ്റ് മോഡിഫൈ ഔട്ട്ലൈൻ ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ജസ്റ്റ് ഇവിടെ കേഴ്സർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് ഞാൻ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തിട്ട് AI എന്നാക്കി. ഇനി ഒരാൾക്ക് ദ കോർ കോൺസെപ്റ്റ് എന്നുള്ള ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല പുതുതായിട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പം പ്ലീസ് ഇൻപുട്ട് ടെക്സ്റ്റ് ഞാൻ ഇവിടെ AI എന്ന് ടൈപ്പ് ചെയ്തു.
ഇതും സ്ലൈഡിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള, മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതാണ് മോഡിഫൈ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ, ഈ ടെക്സ്റ്റുകളൊക്കെ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഈ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യും. ഇപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. ഓക്കെ ആണ്. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഈ സമയത്ത് കുറച്ച് സമയം എടുക്കും. അത് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഓരോ ടെംപ്ലേറ്റ്സും നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിൻ്റെ ഡിസൈൻസ് നമുക്ക് നോക്കാൻ പറ്റും. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ പ്രസൻറ്റേഷൻ സേവ് സക്സസ്ഫുള്ളി, ഇപ്പം പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്ക്. ഇപ്പം നമുക്ക് 27 സ്ലൈഡ്സാണ് AA തന്നത്. നമ്മൾ ആകെ ഒരു പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കീവേഡ്സേ കൊടുത്തിട്ടുള്ളൂ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. ഇനി ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നമുള്ളത്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പെയ്ഡിലേക്ക് നമ്മൾ പോവേണ്ടി വരും. കാണിച്ചു തരാം. ആനിമേഷൻ പെയ്ഡിലേക്ക് പോകുന്നുണ്ട്. ഇനി അതല്ല, നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കൂടെ തന്നെ ജസ്റ്റ് പ്രസൻറ്റ് ചെയ്താൽ മതി എന്നെങ്കിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റാർട്ട് പ്ലേയിങ് ഫ്രോം ദ ഫസ്റ്റ് പേജ് ആണെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ലൈഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഈ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് ഇനി പെയ്ഡിലേക്ക് പോകാൻ പറ്റില്ല. ഫ്രീ ആയിട്ട് തന്നെയാണ് നമുക്ക് പ്രസൻറ്റേഷൻ ആവശ്യമുള്ളതെങ്കിൽ എനിക്ക് നല്ലൊരു ഓപ്ഷനായി തോന്നുന്ന മറ്റൊരു AI ടൂളാണ് ഗാമ എന്ന് പറയുന്ന ഗാമ AI, അല്ലെങ്കിൽ ഗാമ AI എന്ന് പറയുന്ന ഒരു AI ടൂൾ ഉണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അല്ലെങ്കിൽ ഗാമ ആപ്പ്, gama.app, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രസൻറ്റേഷൻ മാത്രമുള്ള ഒരു AI ടൂളാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഇവിടെ അടുത്ത് തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗാമയിൽ കൂടെ എങ്ങനെ AI പ്രസൻറ്റേഷൻ ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ ഞാനിതൊക്കെ ചെയ്തു നോക്കിയാണ് പല ആവശ്യങ്ങൾക്കായിട്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്തൊരു ഗാമ എനിക്ക് തന്ന ഒരു ഔട്ട്പുട്ടാണ്. ജസ്റ്റ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കംപ്ലീറ്റ് ഡാറ്റ അവർ എനിക്ക് തന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് Notegpt പെയ്ഡിലേക്ക് മാറുകയാണെങ്കിൽ Notegpt ഓക്കെ ആണ്. ബട്ട് നമ്മൾ ഒരു ഫ്രീ വേർഷൻ AI ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഗാമയായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഗാമയെ പോലെ തന്നെ വേറെയും സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന AI ടൂളുകളുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താം. അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഗാമയുടെ A to Z കാര്യങ്ങൾ, ഗാമയുടെ എല്ലാ ഫീച്ചേഴ്സുകളും എന്ത് ചെയ്യാം നമുക്ക് പരിചയപ്പെടാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.